ഏകദേശം സൂപ്പായിരിക്കുകയാണ്, ആട്ട് സൂപ്പായിരിക്കുകയാണ്. ഗൈസ്, മഞ്ഞപ്പൊടി, ഉലുവ, വെളുത്തുള്ളി, ഇനി അങ്ങനെ ഉള്ളി മൂപ്പായത് ഉപ്പിച്ചത് അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. കേരളത്തിൽ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി, സൂപ്പർ ആട്ടിൻ സൂപ്പ് എന്നിവ കഴിച്ചു വരുന്നു. ആട്ടിൻ സൂപ്പ് മനുഷ്യ ശരീരത്തിന്റെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു. ആദ്യമായി മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയ ആടിന്റെ ബോൺസ് എടുക്കുക, അഥവാ നട്ടലെടുക്കുക. എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉലുവയും കൂടി ഇടുക. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഉലുവയും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആടിന്റെ ബോൺസ് അഥവാ തണ്ടല് വേവിച്ചെടുത്തിരിക്കണം. ആദ്യം തന്നെ മഞ്ഞപ്പൊടി, ഉലുവ, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ കൂടി ഇതിൽ മിക്സ് ചെയ്യണം. നേരത്തെ പറഞ്ഞ കൂട്ടുകൾ അത് ഇതിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് വീണ്ടും തീ കത്തിക്കുക. അങ്ങനെ 5 മിനിറ്റിന് ശേഷം, ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇത് അടച്ചു വയ്ക്കാൻ പാടില്ല. ഒരു പാത്രം ഉപയോഗിച്ച് അടച്ചു വയ്ക്കാൻ പാടില്ല, കാരണം തിളച്ച് പെട്ടെന്ന് പോകും. ഇതിങ്ങനെ നന്നായി വെട്ടി തിളയ്ക്കണം. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഇതാ നന്നായി വെട്ടി തിളക്കണ്ട. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അടച്ചു വയ്ക്കാമെന്ന്. നമ്മളിത് കത്തിച്ചതിന് ശേഷം എടുത്ത് തന്നെ നിൽക്കണം, കാരണം അടച്ചു വയ്ക്കാൻ പാടില്ല, തിളച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ ആ ഔഷധം പുറത്തേക്ക് പോകാൻ പാടില്ല, അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ നന്നായി തീയിൽ തിളപ്പിക്കണം. എൻ്റെ അച്ചമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ അച്ചമ്മ വെച്ചിരുന്ന മൺകലത്തിലായിരുന്നു. ഇപ്പോൾ ഇത് ഞങ്ങൾ അലുമിനിയത്തിൻ്റെ ചെമ്പിലാണ് വയ്ക്കുന്നത്. മൺകലത്തിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതൊക്കെ മരുന്ന് ഔഷധത്തിന് കുറച്ചുകൂടി ഗുണം ചെയ്യാൻ മണ്ണിൻ്റെ കലായിരിക്കും. ചെറുള്ളി അരിഞ്ഞെടുത്ത് ഇനി ഉള്ളി കാച്ചണം. നന്നായി വെട്ടി തിളച്ച ആവി പോകുന്നുണ്ടോ ഗൈസ്? ഇനി ഉള്ളി കാച്ചാൻ പോവുകയാണ്. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി അരിഞ്ഞിടുക. ഏകദേശം ഉള്ളി മൂപ്പായി തുടങ്ങി. ഇനി അങ്ങനെ ഉള്ളി മൂപ്പായത് ഉപ്പിച്ചത് അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം സൂപ്പായിരിക്കുകയാണ്, ആട്ട് സൂപ്പായിരിക്കുകയാണ്. അത് ഈ വേറൊരു പാത്രത്തിലേക്ക് പകർത്താൻ പോകണം. അങ്ങനെ ആട്ടിൻ്റെ സൂപ്പായിരിക്കുകയാണ്. ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ആവി കൊണ്ടുണ്ടാവും.
ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആട്ടിൻ സൂപ്പ് മനുഷ്യ ശരീരത്തിലെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു. സൂപ്പറാണ് ആട്ടു സൂപ്പ്. അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.